ഇന്ന് മുതൽ നമ്മളൊരു ഫിസിക്സിൻ്റെ ഒരു സീരീസ് തുടങ്ങുകയാണ്. അതായത് ഫിസിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യും, ഫ്രം ബേസിക് ടു അഡ്വാൻസ്ഡ്. സോ അതിൽ ഇന്ന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത് ഫങ്ഷൻസ്. സോ ഫങ്ഷൻസ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറയാം. അതായത് വെൻ വൺ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദി അതർ, ഡിപ്പെൻഡ്സ് ഓൺ ദി അതർ ക്വാണ്ടിറ്റി. സോ അതിന് ഏറ്റവും ഒരു എക്സാമ്പിളാണ് ഏരിയ ഓഫ് സർക്കിൾ. സോ ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് സർക്കിൾ നമുക്ക് പറയാം എ ഇസ് ഈക്വൽ ടു എന്താണ്, പൈ ആർ സ്ക്വയർ ആണ്. അതായത് ഒരു സർക്കിൾ, അതിൻ്റെ റേഡിയസ് ആറാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് റേഡിയസിനെ, അതായത് സർക്കിളിൻ്റെ റേഡിയസ് ആയിട്ടുള്ള ആറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണ് എ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ആറ് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആറ് ഡബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയറിൽ ഏരിയ എന്താണ്, ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ അത്രയും സ്ക്വയർ ടൈംസ് ഏരിയ ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ ഏരിയ ഓഫ് സർക്കിള്. നമ്മൾ പറഞ്ഞു ആറ്, റേഡിയസ് ആയിട്ടുള്ള ആറിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം. അതായത് നമ്മൾ ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നൊരു കാര്യമാണ് സ്പ്രിംഗ് മാസ് സിസ്റ്റം. അപ്പോൾ ഈ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം, അതിൻ്റെ ആ ഒരു പൊസിഷൻ. അതായത് ഇപ്പോൾ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം എന്ന് പറയുന്നത് എം മാസാണ്, എക്സ് നോട്ടിലാണ് അതിൻ്റെ ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ ആ ഒരു റെസ്റ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എക്സ് ടൈംസ് മൂവ് ചെയ്യും. അപ്പോൾ എത്രത്തോളം മൂവ് ചെയ്തു എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യൽ എങ്ങനെയാണ്, എ കോസ് ഒമേഗ ടി ആണ്. വേർ ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് കെ ബൈ എം ആണ്. കെ എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്, എം എന്ന് പറയുന്നത് മാസ്സാണ്, മാസ് ഓഫ് ദാറ്റ് ബ്ലോക്ക് ഓർ സോ അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻ. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് എ ഫങ്ഷൻ. അപ്പോൾ ഒരു ഫങ്ഷനിൽ ഡൊമെയിൻ എന്താണെന്നും അതിൻ്റെ റേഞ്ച് എന്താണെന്നും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡൊമെയിൻ ആൻഡ് റേഞ്ച്, ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് എ ഫങ്ഷൻ. ഓക്കെ, സോ ഒരു ഫങ്ഷൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് ഇൻപുട്ട് ആക്സെപ്റ്റഡ് ബൈ ദ ഫങ്ഷൻ. നമ്മൾ ഇപ്പോൾ ഒരു ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു ഫങ്ഷനിൽ ഈ എക്സിന് ഏതൊക്കെ വാല്യൂസ് നമുക്ക് കൊടുക്കാം, അതാണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചില ഫംഗ്ഷന് നമുക്ക് എല്ലാ വാല്യൂസും കൊടുക്കാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. ഇവിടെ നമ്മൾ എക്സിന് 0 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്താണ്, ഡിഫൈൻഡ് ആവില്ല. അപ്പോൾ നമുക്ക് ഓരോ ഫംഗ്ഷനും അതിന് ആക്സെപ്റ്റ് ചെയ്യുന്ന ഇൻപുട്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ആക്സെപ്റ്റ് ചെയ്യുന്ന ഇൻപുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൊമെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റേഞ്ച് എന്ന് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇൻപുട്ടായിട്ട് നമുക്ക് പല വാല്യൂസും എക്സിന് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താണ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് ആ ഒരു ഫംഗ്ഷനിൽ നിന്ന് കിട്ടുക, അതാണ് എന്തെന്ന് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, എക്സ് സ്ക്വയർ. ഇപ്പോൾ നമ്മൾ ഇൻപുട്ടായിട്ട് നമ്മൾ 1 കൊടുത്തു. അപ്പോൾ ഔട്ട്പുട്ടായിട്ട് നമുക്ക് എന്ത് കിട്ടും, 1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് 1 ആണ് കിട്ടുക. അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ടായിട്ട് ഒരു 3 കൊടുത്തു. അപ്പോൾ അതാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡൊമൈനിലെ ഒരു വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ഇനി നമുക്ക് റേഞ്ചിലുള്ള ഒരു വാല്യൂ നമുക്ക് എന്താണ് കിട്ടുക, ഔട്ട്പുട്ടായിട്ട് നമുക്ക് എന്താ കിട്ടുക, 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 9 ആയിരിക്കും കിട്ടുക. സോ ഇതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡൊമൈൻ ആൻഡ് റേഞ്ച് നമുക്ക് മനസ്സിലായില്ലേ. ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് ഇൻപുട്ട് ആക്സെപ്റ്റഡ് ബൈ ദ ഫങ്ഷൻ. ഓക്കെ, ഒരു ഫങ്ഷൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ഇൻപുട്ട് വാല്യൂസിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇനി റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ്, ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ്
f of x when x sweeps through the domain. അതായത് എക്സിൻ്റെ നമ്മൾ ഡൊമൈന് കൊടുക്കുമ്പോൾ എന്താണ് റേഞ്ച് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്, അതാണ് എന്തെന്ന് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത്. സ്വീപ്സ് ത്രൂ ദ ഡൊമൈൻ. ഓക്കെ, സോ ഇതാണ് ഡൊമൈൻ ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഫങ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഏരിയ ഓഫ് സർക്കിൾ തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, ഏരിയ ഓഫ് സർക്കിൾ. അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? എ ഇസ് ഈക്വൽ ടു എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ഇവിടെ ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ വാല്യൂസ് ആണ് നമുക്ക് ഈ ആറിന് കൊടുത്തത്, അതാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആറിന് എല്ലാ വാല്യൂസും കൊടുക്കാൻ പറ്റുമോ? ഇല്ല, നമുക്കൊരിക്കലും ആറ് നെഗറ്റീവ് ആവില്ല. ഇപ്പോൾ നമുക്കൊരിക്കലും ഒരു ലെങ്ത്ത് -2 സെൻറ്റിമീറ്റർ ഉള്ള ഒരു റേഡിയസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എപ്പോഴും എന്താണ്, റേഡിയസ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം, റൈറ്റ്? സോ നമുക്ക് ആറിന് നമുക്ക് എന്തൊക്കെ വാല്യൂസ് കൊടുക്കാം? അതായത് 0 to ഇൻഫിനിറ്റി വരെയുള്ള ഏത് വാല്യൂസും നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ റേഞ്ച് എന്തായിരിക്കും? ഏരിയ. അതായത് ഈ 6 വാല്യൂസ് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണോ ഏരിയ കിട്ടുന്നത്, അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് ഏരിയൻ്റെ വാല്യൂസാണ്. സോ അതെന്ന് പറയുന്നത് 0 ഇൻക്ലൂഡഡ് ആവില്ല. കാരണം നമുക്കൊരിക്കലും ഒരു സർക്കിൾ ഏരിയ ഓഫ് സർക്കിൾ ഏരിയ 0 ആണെന്ന് പറയുന്നത് അതൊരു സർക്കിൾ ആവില്ലല്ലോ. സോ 0 ഇൻക്ലൂഡഡ് അല്ല, ടു ഇൻഫിനിറ്റി. ഓക്കെ, 0 ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റാണ് കൊടുത്തത്. ഇതാണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ്ഡ് ബ്രാക്കറ്റിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 1 ഓക്കെ ഇതാണെന്നുണ്ടെങ്കിൽ ഇത് പറയുന്നത് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 1ഉം 2ഉം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നമ്മളൊരു ഇത് റേഞ്ച് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതൊരു കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഞാൻ ഇൻക്ലൂഡിങ് ഡെസിമൽസും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് കണ്ടാണ്. അപ്പോൾ ആ കൺഫ്യൂഷൻ വേണ്ട. ഞാൻ എന്താണ് 1 to 10 എന്ന് പറയുന്നത് ഇത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വാല്യൂസ് നോക്കണം, ഇൻറ്റിജേഴ്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇതിൽ നമുക്ക് 1, 2, 3 എക്സെട്ര ടു 10 വരെയുള്ള നമ്പേഴ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ്, ഓക്കെ 1, 10 ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1ഉം 10ഉം ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. ബാക്കിയുള്ള വാല്യൂസ് 2, 3 to 9 വരെയാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ആവുക. ഇനി ഒരു സൈഡ് ക്ലോസ്ഡും ഒരു സൈഡ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡിലുള്ള നമ്പർ ഇൻക്ലൂഡഡ് ആണ്. 1, 2 എക്സെട്ര ടു 9 ആയിരിക്കും വരിക. കാരണം ഓപ്പൺ ആയിട്ടുള്ള 10 ഓപ്പൺ ബ്രാക്കറ്റിൻ്റെ സൈഡിലെ 10 ഇൻക്ലൂഡഡ് അല്ല. ഇതുപോലെ നമുക്ക് ഇവിടെയും കൊടുക്കാം 1 to 10. അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെയാണ് ഓപ്പൺ ബ്രാക്കറ്റ്. അപ്പോൾ ഈ ഒരു നമ്പർ ഇൻക്ലൂഡഡ് അല്ല, അത് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഇവിടെ എന്ന് പറയുന്നത് 10ൻ്റെ അവിടെ എന്താണ്, ക്ലോസ്ഡ് ബ്രാക്കറ്റാണ്. സോ എന്താണ് 10ഉം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ബ്രാക്കറ്റിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏരിയ ഓഫ് സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റി ആണ്. ഇവിടെ 0 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ബ്രാക്കറ്റിലാണ്, വിച്ച് മീൻസ് നമുക്ക് റേഡിയസിന് 0 വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇനി ഏരിയ എന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത് ആ ഒരു ഏരിയക്ക് കിട്ടുന്ന വാല്യൂസാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് 0 ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി അടുത്തൊരു ഫംഗ്ഷൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x² - x ആണ്. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു എന്താണ് 1/x² - x ആണ്. നമുക്കിങ്ങനെ ഇതാ. അപ്പോൾ നമുക്കിനി നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്, ഡൊമൈനാണ് ഫസ്റ്റ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ വാല്യൂസ് നമുക്ക് എക്സിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വാല്യൂസ് എക്സിന് കൊടുക്കുമ്പോൾ ആ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും വേണം. ഓക്കെ, ഡിഫൈൻഡ് ആവണം. അപ്പോൾ നമുക്കൊരിക്കലും ഇപ്പോൾ ഇൻഫിനിറ്റി കൊടുക്കാൻ പറ്റില്ല. 1/∞ ഓക്കെ 1/∞ ഓക്കെ ഫംഗ്ഷൻ കുഴപ്പമില്ല. നമുക്ക് ഒരിക്കലും
1/0 എന്ന് പറയുന്ന ആ ഒരു ഫോമിൽ വരാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്താണ്, ഡിഫൈൻഡ് ആവില്ല എന്നുള്ളതാണ്. സോ നമുക്ക് ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. 1/xനെ ഞാൻ പുറത്തെടുത്തു, അപ്പോൾ x-1 ആണ് ഉള്ളത്. അപ്പോൾ കുറച്ചും കൂടി ഈസിയായി. അതായത് നമ്മൾ പറഞ്ഞു, ഞാനിപ്പോൾ എക്സിന് 0 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0 ഇൻറ്റു ഏതൊരു വാല്യൂ എന്ന് പറയുന്നതും 0 ആണ്. സോ y = 1/0 ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ അതൊരിക്കലും നമുക്ക് പാടില്ല. ഇനി എക്സിന് ഞാൻ 1 കൊടുത്തു. ഇവിടെ 1 കൊടുക്കുമ്പോഴും എന്താണ് അവസ്ഥ, അപ്പോഴും ഈ ഒരു ടേം എന്താവും, 0 ആവും അല്ലേ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിലും 1/0 എന്നുള്ള ഫോമായിരിക്കും വരിക, അതും പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, നമുക്ക് എക്സിന് എന്ത് പാടില്ല, 0യും 1ഉം കൊടുക്കാൻ പാടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതാണ് നമ്മളെ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഡൊമെയിൻ എന്താണ്, നമുക്ക് ഏത് റിയൽ വാല്യൂസും ഏത് വാല്യൂസും കൊടുക്കാം, പക്ഷേ എന്ത് പാടില്ല, 0 ആൻഡ് 1 പാടില്ല. 0 എന്ന് പറയുന്ന വാല്യൂവും അതുപോലെ 1 എന്ന് പറയുന്ന വാല്യൂവും കൊടുക്കാൻ പാടില്ല. ഓക്കെ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ 0 to 2 ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 0, 1, 2 എന്ന് പറയുന്നത് ഇൻക്ലൂഡാണ്. ഇതൊരു റേഞ്ചാണ് ക്ലോസ്ഡ് ബ്രാക്കറ്റിൽ. ഓക്കെ. ഇങ്ങനെ 2 നമ്പേഴ്സ് മതി, അല്ലെങ്കിൽ ഒരു നമ്പർ എന്നാണെങ്കിൽ ഈ ഒരു ബ്രാക്കറ്റിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ഇവിടെ 0, 1 എന്ന് പറഞ്ഞാൽ ആ ഒരു 0യും 1ഉം മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ 0, 10 ആണെന്നുണ്ടെങ്കിൽ ഈ 0, 10 എന്ന് പറയുന്ന 2 നമ്പേഴ്സ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇത് എഴുതാനാണ് ഈ ഒരു ബ്രാക്കറ്റ് യൂസ് ചെയ്യാം. ഓക്കെ. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, അറിഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ അറിയുന്നൊരു കാര്യമായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇനി നമുക്ക് റേഞ്ചാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ റേഞ്ച് കണ്ടെത്തുമ്പോൾ നമ്മൾ നോക്കാം, ഇപ്പോൾ വൈക്ക് എക്സിന് ഏത് വാല്യൂസ് കൊടുത്താലും കിട്ടുന്ന വൈ വാല്യൂസാണ് നമ്മളെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള, ഇപ്പോൾ ഈ ഒരു ഇങ്ങനെ റെസിപ്രോക്കൽ കേസൊക്കെ വരുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താ, y = 1/x² - x ആണ് അല്ലേ. സോ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. x² - x ഇൻറ്റു y = എന്താണ്, 1 ആണ്. ഇതിൽ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ x² y മൈനസ് xy = എന്താണ്, y 1 ആണ്. ഓക്കെ. സോ ഇനി നമുക്കറിയാം ഇത് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ഫോമാണ് അല്ലേ, ഒരു സെക്കൻഡ് ഡിഗ്രി ഫോമാണ്. അപ്പോൾ നമുക്കതിൻ്റെ സൊല്യൂഷൻ കണ്ടതിൽ എങ്ങനെയാണ്, x² y മൈനസ് xy മൈനസ് 1 = 0. ഇത് ഏത് ഫോമിലാണ്, ax² + bx + c എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ കണ്ടെത്താം, -b ± √b² - 4ac/2a. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എക്സിൻ്റെ വാല്യൂ, വേരിയബിളിൻ്റെ വാല്യൂ കണ്ടെത്താനുള്ള ഇക്വേഷനാണിത്. അപ്പോൾ ഇൻ കേസ് ആർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് നോട്ട് ചെയ്യുക. ഓക്കെ. ഇതാണ് വാല്യൂ എന്ന് പറയുന്നത്, ഇക്വേഷൻ. സോ ഇനി നമ്മൾ എന്താ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് y ആണ്. ഓക്കെ. ഈ 1 ആണ്. സോ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. ഈ ഒരു ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ ആണ്, പക്ഷേ നമുക്ക് ശരിക്കും വേണ്ടത് ഏതാണ്, y വാല്യൂസ് കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഇതിലൂടെ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ -b, ഇപ്പോൾ ഇവിടെ -y ഉണ്ടായതുകൊണ്ട് തന്നെ ഓക്കെ, y ± b² എന്ന് പറയുന്നത് എന്താണ്, -y² ആണ്. സോ y² - 4 ഇൻറ്റു a എന്ന് പറയുന്നത് y ആണ്, c എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ ഇവിടെ 1 വരും, /2 ഇൻറ്റു a. അപ്പോൾ ഇനി ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടേം എപ്പോഴും പോസിറ്റീവ് കിട്ടണം. ഇത് നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ നമുക്കത് കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ റിയൽ കേസാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പോസിറ്റീവ് കിട്ടണം. സോ അപ്പോൾ ഈ ഒരു ഭാഗം പോസിറ്റീവ് ആണെങ്കിൽ വൈന് ഏതൊക്കെ വാല്യൂസാണ് വരാൻ നോക്കാം. അപ്പോൾ y² + 4y എന്ന് പറയുന്നത് എന്താണ്, > 0 ആവണം. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കാം. അപ്പോൾ നമ്മൾ y × y + 4 നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഓക്കെ. > 0. ഇനി y + 4
ആൻഡ് y ഇൻറ്റു y പ്ലസ് 4 നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കേണ്ടത് y ലെസ് ദാൻ -4 ആണ്. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ y ഈക്വൽ ടു 0 ഓർ y -4. ഓക്കെ, ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട -4 നോക്കിയാൽ മതി. ഓക്കെ, 0 നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ y ഈക്വൽ ടു 0 അല്ലെങ്കിൽ y ഈക്വൽ ടു -4 ആയിരിക്കും വരും. അപ്പോൾ നമ്മൾ നോക്കുക y ലെസ് ദാൻ -4 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, y വാല്യൂ എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. y പ്ലസ് 4 എന്ന് പറയുന്നതും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. കാരണം ഏറ്റവും ചെറിയൊരു കേസ് എന്ന് പറയുന്നത് -4 നമ്മൾ കൺസിഡർ ചെയ്യണം, -5 ആണ് കൺസിഡർ ചെയ്യുന്നത്. -5 പ്ലസ് 4 എന്ന് പറയുന്നത് എന്താണ്, -1. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസ് നമുക്ക് പറ്റും. ഇനി ഞാൻ എന്താട്ടി -4നെയും ലെസ് ദാൻ y ലെസ് ദാൻ 0, അതായത് -4ൻ്റെയും 0ൻ്റെയും ഇടയിലുള്ള വാല്യൂസാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ y വാല്യൂ എന്താണ്, നെഗറ്റീവാണ്. പക്ഷേ y പ്ലസ് 4 എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവാണ്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഇടയിലുള്ളൊരു വാല്യൂ ആണ് -3. -3 പ്ലസ് 4 എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. സോ ഇത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇനി y ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് പോസിറ്റീവ് ആയിരിക്കും, ഇതും പോസിറ്റീവ് ആയിരിക്കും. സോ ഇതിൻ്റെ പ്രോഡക്റ്റ് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കേസേ നമുക്ക് ഇവിടെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, y വാല്യൂ എന്താണ്, -4 ആവാം, 4നേക്കാൾ കുറവുള്ള വാല്യൂസ് ആവാം, അതുപോലെ y ഗ്രേറ്റർ ദാൻ 0 ഉള്ള വാല്യൂസ് ആവാം. ഓക്കെ, സോ അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പറയാം റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, റേഞ്ച് എന്താണ്, -∞ ടു -4. -4 എന്താണ്, ഓക്കെ, -4 ഇൻക്ലൂഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ സോ -4 കൂടി നമ്മൾ ഇൻക്ലൂഡ് ആക്കിയെന്ന് വെക്കാം. സോ -4 ഇൻക്ലൂഡ് ആക്കുകയാണെങ്കിൽ എന്താ കിട്ടാം, -4 ഇൻറ്റു -4 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 0. അപ്പോൾ ഇവിടെ 0 ആയിരിക്കും കിട്ടുക. അപ്പോൾ y വാല്യൂ 0 കിട്ടുന്നതിൽ കുഴപ്പമില്ല. ഓക്കെ, സോ -4ഉം ഇൻക്ലൂഡഡ് ആണ്. ഇനി അതുപോലെ യൂണിയൻ. ഓക്കെ, യൂണിയൻ 0 ടു ∞. ഓക്കെ, അപ്പോൾ ഇവിടെ -4ൻ്റെയും 0ൻ്റെയും ഇടയിലുള്ള വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായിരിക്കും കിട്ടുക. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് എക്സിൻ്റെ വാല്യൂ കോംപ്ലക്സ് ഫോമിലേക്ക് പോകും. അപ്പോൾ അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ നമ്മൾ കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ്, ഒരു ഫംഗ്ഷൻ നമുക്ക് പല രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. നമുക്ക് വേർബലി വേണമെങ്കിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബൈ വേർഡ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇനി ഗ്രാഫിക്കലി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, അതുപോലെ ടേബിളിൽ ന്യൂമറിക്കലി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, അതുപോലെ ഇക്വേഷൻ വെച്ചിട്ടും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, അതായത് ഓൾജിബ്രായിക്കലി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ ഗ്രാഫ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലെ ഒന്നെന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം, റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഗ്രാഫ്. നമുക്കൊരു ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാനിങ്ങനെ ഒരു 3-4 രീതിയിൽ ഞാൻ വരച്ച് അങ്ങനെ ജസ്റ്റ് പേസ്റ്റ് ആക്കുന്നുണ്ട്, എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഓക്കെ,
അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഫോർ എക്സാമ്പിൾ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ഫോമിലാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഫംഗ്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഗ്രാഫ്. ഇപ്പോൾ ഇറ്റ് ക്യാൻ ബി ലൈക്ക് സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, ഏതോ ആവാം. ഞാനൊരു ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഞാൻ വരച്ചു നോടും. ഓക്കെ, ഇനി നമ്മളോട് പറയാണ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് സി. അതായത് ആ ഫംഗ്ഷനോട് ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഒരു ഗ്രാഫ് വരക്കാൻ പറഞ്ഞു. എങ്ങനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുക? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ആ ഫംഗ്ഷൻ പ്ലസ് സി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വൈ ആക്സിസിലൂടെ ഓക്കെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഓക്കെ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണ്. സോ നമ്മൾ എഫ് ഓഫ് എക്സ് ഓൾറെഡി ഇവിടെ ഉണ്ട് പ്ലസ് സി. എലോങ് എക്സ് ആക്സിസിൽ സി എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് നമ്മൾ സി എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഇറ്റ് ക്യാൻ ബി ലൈക്ക് 1 2 3 എഫ് ഓഫ് എക്സ് പ്ലസ് 2 എഫ് ഓഫ് എക്സ് പ്ലസ് 3 ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. സോ സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെയാണ് നമ്മൾ ഗ്രാഫ് വരിക. അപ്പോൾ അത് സി വൈ ആക്സിസിൽ ഒരു സി എലോങ് സി അല്ലെങ്കിൽ ആ ഒരു സി ടൈംസ് ഷിഫ്റ്റ് ചെയ്യാന്നല്ല, ആ ഒരു അത്രയും സി ലെങ്ത് അത് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞു എഫ് ഓഫ് എക്സ് മൈനസ് സി വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് സി ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കറിയാം എന്താണ് മൈനസ് സി എന്ന് പറയുന്ന ആ ഒരു ഇത് മാർക്ക് ചെയ്യാം, അലോങ് വൈ ആക്സിസിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ ഒരു ഗ്രാഫിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാം അലോങ് വൈ ആക്സിസ്, ഐ മീൻ നെഗറ്റീവ് വൈ ആക്സിസ്. ഇനി നമ്മളോട് പറഞ്ഞു എഫ് ഓഫ് എക്സ് എക്സ് മൈനസ് എ ആണ്. അതായത് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആണ് മൈനസ് എ ആ ഒരു കോൺസ്റ്റൻറ്റ് വന്നെങ്കിൽ അപ്പോൾ നമ്മൾ എലോങ് എക്സ് ആക്സിസിലാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ മൈനസ് എ എക്സ് മൈനസ് എ ആണ്. അപ്പോൾ എലോങ് പോസിറ്റീവ് എക്സ് ആക്സിസിൽ ഒരു ഷിഫ്റ്റാണ് വരുന്നത്. ഓക്കെ, ഇനി വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് എയിൽ ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, സോ ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതായത് എഫ് ഓഫ് എക്സിനെ റെപ്രസെൻ്റ് ചെയ്യൽ ഇങ്ങനെയാണ്. എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണെന്നുണ്ടെങ്കിൽ ഒരു വൈ ആക്സിസിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകും. പോസിറ്റീവ് വൈ ആക്സിസിൽ എഫ് ഓഫ് എക്സ് മൈനസ് സി ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വൈ ആക്സിസിലൂടെ ഒരു ഷിഫ്റ്റ് ഉണ്ടാകും. ആൻഡ് എഫ് ഓഫ് എക്സ് മൈനസ് എ ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് എക്സ് ആക്സിസിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകും. ആൻഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എക്സ് ആക്സിസിലേക്കായിരിക്കും ഒരു ഷിഫ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി നമ്മൾ പറയുന്നത് നമുക്ക് ഒരു ഫംഗ്ഷനെ ജനറലി ഒരു കാറ്റഗറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഓഡ് ഫംഗ്ഷൻ, ഈവൻ ഫംഗ്ഷൻ. ഇത് ഇൻക്ലൂഡ് ആവാത്ത, ഇതിൽ രണ്ടിലും ഇൻക്ലൂഡ് ആവാത്ത ചില ഫംഗ്ഷൻസ് ഉണ്ടാവും കേട്ടോ. ഇറ്റ് ക്യാൻ ബി ലൈക്ക് നെയ്തർ ഓഡ് നോർ ഓർ, ആ ഒരു കേസും ഉണ്ടാവും. ഓക്കെ, നെയ്തർ ഈവൻ ഓർ നോർ ഓഡ്, അപ്പോൾ ഇങ്ങനൊരു കേസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഈ ഓഡ് ഈവൻ ഫങ്ഷൻസ് ആണ് ആ ഒരു കാറ്റഗറൈസ് എന്ന ആ ഒരു ഫോമാണ് പറയുന്നത്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് നോക്കാം ഈവൻ ഫങ്ഷൻ. ഓക്കെ, ഈവൻ ഫങ്ഷൻ. സോ ഈവൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്കൊരു ഫങ്ഷൻ ഉണ്ട് എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇതാണ് നമ്മളെ ഫങ്ഷൻ. അപ്പോൾ നമുക്കത് ഈവൻ ആണോ ഓഡ് ആണോ എങ്ങനെ നോക്കാം? അതായത് അത് ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ നോക്കില്ല. എങ്ങനെയാണ് നമ്മൾ എന്താ ഈ ഒരു വേരിയബിളിലേക്ക് നെഗറ്റീവ് വാല്യൂ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മൈനസ് ഓഫ് എക്സ് ഇട്ട് കൊടുക്കാം. ഞാൻ എന്താ മൈനസ് എഫ് ഓഫ് മൈനസ് എക്സ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് എഫ് ഓഫ് എക്സ് എൻ്റെ സെയിം ഫംഗ്ഷനാണ് കിട്ടിയതെങ്കിൽ ഞാൻ പറയും ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷനാണ്. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ എന്താണ്? ഈവൻ ഫംഗ്ഷനാണ്. ഇനി ഞാൻ എഫ് ഓഫ് മൈനസ് എക്സ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് മൈനസ് എഫ് ഓഫ് എക്സ് ആണ് എങ്കിൽ, അതായത് എൻ്റെ ഫംഗ്ഷൻ്റെ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയതെങ്കിൽ ഞാൻ പറയും ഇതൊരു ഓഡ് ഫംഗ്ഷനാണ് എന്ന്. ഓക്കെ, സോ ഞാൻ എൻ്റെ ഫംഗ്ഷനിലെ വേരിയബിളിന് നെഗറ്റീവ് വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ എൻ്റെ സെയിം ഫംഗ്ഷൻ കിട്ടിയെങ്കിൽ അതിനെയാണ് ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ എൻ്റെ ഫംഗ്ഷനിലേക്ക് ഞാൻ നെഗറ്റീവ് വാല്യൂ ആണ് ഇട്ട് കൊടുത്തപ്പോൾ അതിൽ മൈനസ് ഓഫ് എൻ്റെ ഫംഗ്ഷനാണ് കിട്ടിയതെങ്കിൽ ഓഡ് ഫംഗ്ഷൻ. ഇതിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം.
ഓക്കെ, സോ ആദ്യം നമ്മൾ നോക്കുന്നത് ഈവൻ ഫംഗ്ഷൻ്റെ എക്സാമ്പിളാണ്. ഈവൻ ഫംഗ്ഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സാമ്പിളാണ് എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഞാൻ എഫ് ഓഫ് മൈനസ് എക്സിന് ഇട്ട് കൊടുത്തു. അപ്പോൾ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ നെഗറ്റീവ് വാല്യൂ ഇട്ട് കൊടുത്തപ്പോഴും എൻ്റെ സെയിം ഫംഗ്ഷനാണ് എനിക്ക് കിട്ടിയത് അല്ലേ? സെയിം ഫംഗ്ഷനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിനെയാണ് ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓഡ് ഫംഗ്ഷന് എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമുക്ക് എക്സ് വേണമെങ്കിൽ പറയാം. ഇനി ഞാൻ എഫ് ഓഫ് മൈനസ് എക്സ് ഇട്ടെടുത്താൽ മൈനസ് എക്സ് എനിക്ക് കിട്ടിയത് എൻ്റെ ഫംഗ്ഷൻ്റെ നേരെ നെഗറ്റീവ് വാല്യൂ ഓഫ് മൈ ഫംഗ്ഷൻ. സോ ഇതാണ് ഒരു എക്സാമ്പിൾ. ഇനി കുറച്ചും കൂടി നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 2x ഈ ഒരു ഫംഗ്ഷൻ നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ഫംഗ്ഷന് എഫ് ഓഫ് മൈനസ് എക്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൈനസ് എക്സ് ഓൾ ക്യൂബ് മൈനസ് ഓഫ് 2 ഇൻറ്റു മൈനസ് എക്സ് ആണ്. അപ്പോൾ മൈനസ് എക്സ് ഓൾ ക്യൂബ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ക്യൂബാണ്. മൈനസ് 2 ഇൻറ്റു മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ പ്ലസ് 2x ആയിരിക്കും. അപ്പോൾ നമുക്ക് തോന്നും ഇത് ഡിഫറെൻ്റ് ആണല്ലോ എന്ന്. പക്ഷെ നമുക്ക് നമ്മൾ നെഗറ്റീവ് പുറത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 2x എന്ന് വരും. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടി നമ്മളെ ഫംഗ്ഷൻ അതിൻ്റെ നെഗറ്റീവ് വാല്യൂ. ഓക്കെ, അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇതാണ് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഒരു ഫംഗ്ഷന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഡൊമൈൻ ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഏതൊക്കെ ഇൻപുട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഇൻപുട്ട് കൊടുത്താൽ ഏത് ഔട്ട്പുട്ടാണ് കിട്ടുക, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നതാണ് ഓഡ് ആൻഡ് ഈവൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് നോക്കാം, അല്ലെങ്കിൽ പല ഫങ്ഷൻസ് ഉണ്ട്. എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസ്, ലോഗരിതമിക്, പോളിനോമിയൽ, ട്രിഗണോമെട്രിക്, റാഷണൽ ഫങ്ഷൻ, ഇനി ഇതിൻ്റെ കോമ്പിനേഷനലാവാം, അങ്ങനെ പിന്നെ പീസ് വൈസ് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഐ എം സോറി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി തോന്നുന്നു. ആൻഡ് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണ്, മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച്.